ഈ വ്ളോഗിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നേ. എടേ, ആ കുഞ്ഞിന്റെ കാര്യത്തില് ആൾക്കാർക്കൊക്കെ കുഞ്ഞുങ്ങളുടെ അടുത്തൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു സംഭവം ഇല്ലേ, അതിന് ഇങ്ങനെയൊക്കെ പറയടോ. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പോൾ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ട് തിരിച്ചു തരുന്നില്ലെന്നോ? അല്ല, നിങ്ങളുടെ ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസിന് വരുന്ന ആൾക്കാര് പിള്ളേരെപ്പെടുത്തക്കാരും വല്ലതാണോ? കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ട് തിരിച്ചു തരുന്നില്ല എന്ന് പറയാനെ കൊണ്ട് കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അത് ശരിയാണ്. പിന്നെ ഈ ഒരു പ്രായത്തിൽ മലേഷ്യയിൽ ബർത്ത്ഡേക്ക് ട്രിപ്പ് കൊണ്ടുപോയിരിക്കുന്ന സാധനത്തെ പറ്റി തീർച്ചയായിട്ടും അവർ കുഞ്ഞിനെ ഓർമ്മയുള്ളതായിരിക്കും. തൂക്കിയല്ലോ നാഥ. കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെരുത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ നാക്ക് കാരണമാണ് നിങ്ങൾ പലപ്പോഴും ഈ ഒരു ആന്റി ഗ്രാവിറ്റി ഫോഴ്സുമായിട്ട് നിങ്ങൾ മേലോട്ട് കയറി പോകാറുള്ളത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. നിങ്ങൾ എന്താണ് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടം? എപ്പോഴും ഏറി നിൽക്കാനാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത്. അവർക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് അവർക്ക് താല്പര്യമില്ല. അവർ ബ്രേക്കപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ അലമ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുമോ? കുടുംബക്കാരെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ KK ഫാമിലിനെ തന്നെയാണ്. ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഗുഡ്. ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഈ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഇവരൊന്ന് ഇൻവൈറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോഴത്തേക്കിന് അവരൊക്കെ വന്നിട്ട് അലമ്പ് പരിപാടി ഇതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. എന്തൊക്കെ ട്രോമകളാണല്ലേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ ദിയാകൃഷ്ണയ്ക്ക് ഇതുപോലെ ഭർത്താവിന്റെ അമ്മേനെ ഇത് അമ്മ എന്നൊന്നും വിളിക്കാനില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എന്നിട്ട് ഇവർ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കുന്ന വേറെ സാധനമായിരുന്നു, റോഡിൽ കൂടെ പോകുന്നവരെ ഒന്നും എന്താ അമ്മ എന്നൊന്നും വിളിക്കാൻ കാവിലമ്മ ഒന്നും അല്ലല്ലോ എന്ന്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കാര്യം അത് വിളിക്കുമ്പോൾ ഇവർക്ക് ട്രോമറ്റൈസ്ഡ് ആവും. അഹാനയ്ക്ക് മറ്റേ തൻവി ചെറിയ പ്രായത്തില് തൻവിക്ക് കുറെ ബെഡ്റൂം ഒക്കെ കിട്ടിയത്, വലിയ ബെഡ്റൂം കിട്ടിയത് അഹാന കൃഷ്ണയ്ക്ക് ട്രോമറ്റൈസ്ഡ് ആയിരുന്നു. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കല്ലോ ഒക്കെയാണ് അവന് ഇഷ്ടം. നമ്മൾ അതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ ഇരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനപ്പിച്ച് പറയടാ. ശബ്ദം കനപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ എന്തൊരു പൊങ്ങച്ച് വേണ്ടേ നിങ്ങൾ ഈ വന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഞാൻ പോകുന്നു. ബൈ ബൈ.